പേര് പോലെ തന്നെ തുടരും. റെക്കോർഡുകൾ ഭേദിച്ച് തുടർന്നുകൊണ്ടിരിക്കുന്നു, ഏവരെയും ഞെട്ടിച്ചുകൊണ്ട്. 25 ദിവസം തിയേറ്ററിൽ ഓടിക്കുമെന്ന് പറഞ്ഞവർ അതിനേക്കാൾ കൂടുതൽ ഓടിക്കാൻ തയ്യാറായി നിൽക്കുന്നു. കേരളത്തിൽ തന്നെ റെക്കോർഡുകൾ ഭേദിച്ചു കൊണ്ടുപോകുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ അതിനേക്കാൾ റെക്കോർഡുകൾ ഭേദിച്ചു. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണോ തുടരിനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് ഡെയിലി നിങ്ങൾക്ക് കാശ് അയച്ചിരുന്നുണ്ടോ? ഇതാണ് ചിലരൊക്കെ ചോദിക്കുന്നത്. ചിരിക്കാതെ നമുക്ക് എന്ത് ചെയ്യും? നല്ല സാധനത്തിന് നല്ല സാധനമേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ മുമ്പും പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളെ അങ്ങനെ വിലയ്ക്ക് വാങ്ങാൻ ഇന്ന് വരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് തരാനുള്ള വിലയും അവരുടെ കയ്യിൽ അത് പറഞ്ഞിട്ടുള്ളതാണത്. ഞങ്ങൾക്ക് മോഹൻലാൽ പടമായാലും മമ്മൂട്ടി പടമായാലും ദിലീപിൻ്റെ പടമായാലും പൃഥ്വിരാജിൻ്റെ പടമായാലും കുഞ്ചാക്കോ ബോബൻ്റെ പടം അടക്കമുള്ള പടമായാലും ശരി, ഞങ്ങൾ പടത്തെ മോശം പറയാറില്ല. കാരണം അതൊരു പ്രൊഡ്യൂസറിൻ്റെ സങ്കടവും വേദനയും മനസ്സിലുള്ളത് കൊണ്ട് മാത്രമാണത്. അങ്ങനെ അറുത്ത് മുറിച്ചും പറയാറില്ല. നല്ല പടമാണ്. ഞങ്ങൾ പറഞ്ഞത് ഒരു 99% ഇതുവരെ ശരിയായിട്ടുണ്ട്. നിങ്ങൾ ഈ കളിയാക്കിൽ തുടരും. പലരും ഇവിടെ നിശിതമായി വിമർശിച്ച് ഇത് തിയേറ്റർ തൊടിയിക്കില്ല എന്ന് വരെ പറഞ്ഞു നടന്നവരെ അപ്പോഴും ഞങ്ങൾ പറഞ്ഞത് ഈ സിനിമ മോഹൻലാലിൻ്റെ തുടരും തന്നെ ആയിരിക്കുമെന്നൊന്ന് പറഞ്ഞിരിക്കുന്നു. പിറ്റേന്ന് പടം റിലീസ് ചെയ്തു. ഞങ്ങൾ കൊടുത്ത റിപ്പോർട്ടുകളെ അംഗീകരിച്ചുകൊണ്ടാണ് പലരും വന്നത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ടു ഇനി മതി, നിർത്താമെന്നും വിചാരിച്ചു. തുടരിനെ കുറിച്ച് ഇനിയൊന്നും പറയാനില്ല എന്ന് വിചാരിച്ചപ്പോഴാണ് അങ്ങനെ നിങ്ങൾ നിർത്തല്ലേ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് തുടരിങ്ങനെ ഒരു ജൈത്ര യാത്ര തുടരുന്നത്. നമുക്ക് പരിചയമുള്ള പല തിയേറ്ററുകളും ഞാൻ അന്വേഷിച്ച് മാത്രമല്ല അവിടെ ചെന്നപ്പോൾ പറഞ്ഞു നമ്മൾ 20 ദിവസം ഓടില്ലേ സാറേ? 25 ദിവസം അല്ല, അതിന് കൂടുതൽ ഓടും. കാരണം നമ്മൾ ഇത് കുറേ കഴിയുമ്പോൾ ആൾക്കാർ കുറയുമെന്നാണ് വിചാരിക്കുന്നത്. ആൾക്കാർ കുറയുന്നില്ല എന്ന് മാത്രമല്ല, ഇതിൻ്റെ ബുക്കിംഗ് കൂടി വരുന്നു. അത് സ്ത്രീകളാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്, അറിയാലോ. അപ്പോൾ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് എവിടെയും വരെ പോകും നമുക്ക് പറയാൻ പറ്റില്ല. പോകുന്നിടത്തോളം പോട്ടെ എന്നാണ് അവർ സന്തോഷത്തോടെ പറഞ്ഞത്. അപ്പോൾ അവർ തിയേറ്ററുകാരെല്ലാം ഹാപ്പിയാണ്. അപ്പോൾ തിയേറ്ററുകാർ അല്ല, രഞ്ജിത്തും കുടുംബവും വളരെ ഹാപ്പിയാണ്. കാരണം രഞ്ജിത്ത് കുറേയൊന്നുമല്ല സിനിമകൾ എടുത്ത് ചില സിനിമകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പാഴയായിട്ട് പോലും സാമ്പത്തിക ഞെരുക്കത്തിനിടയിലാണ് ഇങ്ങനൊരു പ്രോജക്റ്റ് ഉണ്ടായത്. ഈ പ്രോജക്റ്റ് ആകട്ടെ 6 വർഷം മുമ്പ് മോഹൻലാൽ കൊടുത്തൊരു ഡേറ്റാണ്. ആ ഡേറ്റിന് ഇപ്പോഴാണ് അത് പൂർണ്ണത വന്നത്. അത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്, രഞ്ജിത്തിനും അല്ല മോഹൻലാലിനെ അടക്കം ഞെട്ടിച്ചുകൊണ്ട് എന്തൊരു പോക്കാ പോകുന്നത്. അങ്ങനെ ആൾക്കാർ എന്തൊരു പോക്കാണ് ഇത് തുടരും. പല നിർമ്മാതാക്കളും പല നടന്മാർക്കും പല സംവിധായകർക്കും ഇതൊരു അത്ഭുതമായി തീർന്നിരിക്കുന്നു. അപ്പം ഇവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അത് വല്ലപ്പോഴും സംഭവിക്കുന്നതല്ലേ? വല്ലപ്പോഴും സംഭവിക്കുന്നതാണ് ഇത്തരം ജൈത്ര യാത്രകൾ. നിങ്ങൾ ഒരു സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബം ഒരു സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ആ പ്രൊഡ്യൂസറുടെ ലാഭമാണെന്ന് അറിയിക്കണം. ഇപ്പോൾ വന്ന റിപ്പോർട്ടിൽ പ്രത്യേകം കേരളത്തിൽ നിന്ന് മാത്രം മറ്റൊരു സിനിമയ്ക്കും കിട്ടാത്ത റിപ്പോർട്ടാണ് ഇപ്പോൾ കേരളത്തിൽ വന്നത്. 100 കോടി രൂപ 13 ദിവസം കൊണ്ട് തുടരും കളക്ട് ചെയ്ത് കഴിഞ്ഞു. മൊത്തത്തിൽ ഈ 13 ദിവസം 200 കോടിയിലെത്തിയിരിക്കുന്നു. ഇത് അവസാനിച്ചിട്ട് ഇത് 13 ദിവസത്തെ റിപ്പോർട്ട് മാത്രമാണ്. ഈ പോക്ക് പോകുകയാണെങ്കിൽ നമ്മൾ അതിശയോക്തി പറയുന്നല്ല, ഒരു 400-നടുത്ത്, അതായത് 300-400 ഇടയിൽ ഇത് എത്തുമെന്ന കാര്യം യാതൊരു സംശയവുമില്ല. ഇപ്പം ഇവർ തന്നെ പലരും ഇനി നിർത്ത്, എന്തൊരു പോക്കാണ്, നിർത്ത് എന്ന് പറയേണ്ട അവസ്ഥ വരെ വന്നെങ്കിലും പ്രേക്ഷകർ വിടുന്നില്ല. അതൊരു പ്രാവശ്യം മാത്രമല്ല, ഫാൻസുകാർ, മോഹൻലാലിൻ്റെ ഫാൻസ് ഇതെന്തോ കൽപ്പിച്ചിറങ്ങിയിരിക്കുക. പല പ്രാവശ്യം കാണാൻ അവർ വരുന്നുണ്ട്. അവരുടെ പബ്ലിസിറ്റി വേറെ. കുടുംബ പ്രേക്ഷകർ സാധാരണ ഒരു പ്രാവശ്യം സിനിമ കാണാറുള്ളൂ. ഇതിപ്പോൾ 2 പ്രാവശ്യംകാരെ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു, കുടുംബ പ്രേക്ഷകർ വരെ. അപ്പം ഇനിയത്തെ ചോദ്യം എന്താ? ഇനി അടുത്ത സിനിമ ഇപ്പം രഞ്ജിത്ത് ഇനി എന്തായാലും ഈ ഇത്രയും ലാഭം, കോടിക്കണക്കിന് രൂപ ലാഭം കിട്ടിയിട്ടുണ്ട്. ആ ലാഭം കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രോജക്റ്റ് ആര് തമ്മിലായിരിക്കും? മോഹൻലാൽ ആയിരിക്കുമോ, മമ്മൂട്ടി ആയിരിക്കുമോ, ദിലീപ് ആയിരിക്കുമോ, പൃഥ്വിരാജ് ആയിരിക്കുമോ? അങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിലൊരു കണക്ക് കൂട്ടുമ്പോൾ സംഭവിക്കാവുന്നതാ. എന്തായാലും തരുൺമൂർത്തിയെ തൽക്കാലം രഞ്ജിത്ത് ഉപേക്ഷിക്കില്ല. നമ്മൾ ജോർജ് സാറിനെയും തൽക്കാലം ഉപേക്ഷിക്കില്ല. മോഹൻലാൽ ഇങ്ങോട്ട് ചിലപ്പോൾ ഡേറ്റ് കൊടുത്തിരിക്കാം. അപ്പം അങ്ങനെ ആ ടീം എന്ന് പറഞ്ഞാൽ ഈ ടീം തുടരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. കാരണം മോഹൻലാലും അടക്കമുള്ളവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പുതിയൊരു പടം ചെയ്യാൻ സാധ്യത ഞങ്ങൾ കാണുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുക എന്നാൽ 2ാം ഭാഗം ചെയ്തുകൂടെ എന്ന് ചോദിക്കും. 2ാം ഭാഗം ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ?
രണ്ടാം ഭാഗത്തിലേക്ക് അതിൻ്റെ ഹിൻഡ് ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ് തുടരും അവസാനിച്ചിരിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ അതെങ്ങനെയായിരിക്കും? അപ്പോൾ ഇതിന് സ്കോപ്പുണ്ട്. അപ്പോൾ ആ സ്കോപ്പ് ഉള്ളതുപോലെ ഒരു പക്ഷേ രണ്ടാം ഭാഗമായിരിക്കാം. അതല്ലെങ്കിൽ രണ്ടാം ഭാഗത്തിന് കുറച്ചും കൂടി സമയം ആവശ്യമുള്ളതുകൊണ്ട് അതിനിടയിൽ രഞ്ജിത്ത് വേറെ പടം ചെയ്തിരിക്കാം. ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണത്. ഇനി എന്താ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്, ഈ തുടരിനെ പോലെയുള്ള കഥ ഇനി വേണ്ടത്. ഈ കഥ അത്ര, ഞാൻ പറഞ്ഞു, ഈ കഥ അത്ര കഥ അത്ര പുതുമൊന്നും സംഭവിച്ച കഥകളാണ് ഇതൊക്കെ. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന കഥകളാണ് ഇതൊക്കെ. ആ കഥകൾക്ക് നിറം വെച്ച് ചായം തേച്ച് വലിയ കുഴപ്പമില്ല, അമിതമായ ചായം തേക്കാതെ പൊലിപ്പിച്ചെടുത്തിരിക്കുകയാണ് സിനിമ എന്നാണ്. ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ എന്താണ് ഈ സിനിമയുടെ പ്രമേയം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയാവുന്നേ ഉള്ളൂ. ശരിക്കും അതൊരു പ്രതികാര കഥയല്ലേ? പ്രതികാര കഥകൾ ഈ മിക്ക പടങ്ങളും അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ ആ ഒറ്റ വാക്കിൽ പറഞ്ഞ കഥാചുരുക്കത്തിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതിൻ്റെ കഥയെക്കുറിച്ച് ഒരു മനോഹരമായ സിനിമയാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ വിജയം. ഈ വിജയത്തിന് പുറകിൽ തരുൺമൂർത്തിക്ക് അഭിമാനിക്കാവുന്ന രീതിയിൽ തരുൺമൂർത്തിയുടെ പടങ്ങൾ ഇത്രയും ഹിറ്റായിട്ടൊന്നും ഓടിയിട്ടില്ല. നല്ല പടങ്ങളാണ് തരുൺമൂർത്തി ചെയ്തിട്ടുള്ളത്. പക്ഷെ തരുൺമൂർത്തി പോലും സ്വപ്നത്തിൽ പോലും ഇത്രയും വലിയൊരു വിജയം തരുൺമൂർത്തി കണ്ടിട്ടില്ല, മോഹൻലാൽ വിചാരിച്ചിട്ടില്ല, രഞ്ജിത്ത് വിചാരിച്ചിട്ടില്ല. എന്താ കാരണം? നമുക്കറിയാലോ, എമ്പുരാൻ്റെ വരവ് പ്രമാണിച്ചുകൊണ്ട് ഇപ്പം നമ്മളിവിടെ ഇപ്പോൾ തന്നെ എന്താ ട്രെയിൻ ഇല്ലേ? ഈ ട്രെയിൻ ചില ട്രെയിനിൽ വരുമ്പോൾ മറ്റുള്ള വഴി കുറഞ്ഞേക്കണം, ചില ട്രെയിനുകൾ ഒതുക്കിയിട്ടിരിക്കുമല്ലേ? അപ്പോൾ ആ മറ്റു വലിയ ട്രെയിൻ കടന്നു പോകാൻ വേണ്ടി ഒതുക്കിയിട്ടിരിക്കുന്ന പോലെ എമ്പുരാൻ സിനിമയ്ക്ക് വേണ്ടി ഈ പടത്തിനെ മാറ്റിവെച്ച ചരിത്രമുണ്ടെന്ന് അറിയാം. കാരണം എമ്പുരാനിലായിരുന്നു എല്ലാ പ്രതീക്ഷകളും ഉണ്ടായിരുന്നത്. എമ്പുരാൻ ഓടിയില്ല എന്നോ കാശ് കിട്ടിയില്ല എന്നോ അർത്ഥമല്ല. ഈ എമ്പുരാനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായിരുന്നു, വ്യത്യസ്ത വിവാദങ്ങളുണ്ടായിരുന്നു. ഈ സിനിമയെക്കുറിച്ച് വിവാദങ്ങളില്ല. ഒരേ ഒരു അഭിപ്രായം, ഒരേ ഒരു ചിന്താഗതി, അത് നല്ല സിനിമ, കുടുംബസമേതം അശ്ലീലം തൊടിയിക്കാതെ പോയൊരു സിനിമ, മോഹൻലാലിനെ ഞങ്ങൾ പ്രേക്ഷകർക്ക് 5 വർഷത്തിൽ തിരിച്ചു കിട്ടിയ സിനിമ. അതുകൊണ്ടാണല്ലോ മോഹൻലാൽ ഇത്ര പ്രായമായിട്ട് പോലും പഴയ മതിൽ ചാട്ടം മറക്കാതെ ആ മതിൽ ചാടുന്ന സമയത്ത് പോലും മോഹൻലാലിൻ്റെ എതിരായ ആൾക്കാർ പോലും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചത്. അതൊന്നും കണ്ടില്ലെങ്കിൽ സിനിമ ഒരു പ്രാവശ്യം കാണണം. അതുമാത്രമല്ല, അങ്ങനെ എണ്ണി പറയാവുന്ന നിരവധി നിമിഷങ്ങൾ, സീനുകൾ മോഹൻലാലിനായിരിക്കും. നമ്മൾ ഈ ജോർജ് സാറിനെ കൊച്ചാക്കുകയല്ല, ജോർജ് സാർ ഒരു പുതിയ ആളാണ്. ആ പുതിയൊരാളെ കൊണ്ട് സംവിധായകൻ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയാവുന്ന ഈ കഥാപാത്രത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാവുന്നത് മോഹൻലാൽ സ്റ്റണ്ട് മാസ്റ്റർ ആയി എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതിൽ 2-3 ഘടകങ്ങൾ വന്നിട്ടുണ്ട്. ആ ഘടകങ്ങൾ വന്നപ്പോഴോ അവരുടെ മദ്രാസുകാരിയായ ശോഭന ഭാര്യയായി വരുന്നു. അവർക്ക് മുൻ ഭർത്താവിനൊരു മകനുണ്ടായി വരുന്നു. ഇവിടെ അദ്ദേഹത്തിൻ്റെ സാറ് സമ്മാനിച്ച കാറുമായിട്ടാണുള്ളത്. അപ്പം ഇവരെപ്പോഴൊപ്പം തന്നെ പ്രധാന കഥാപാത്രമാണ് ഈ സിനിമയിലെ കാറ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അങ്ങനെ ഒരു സജഷൻ വെച്ചത് നിർമ്മാതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊരു വെറും ഡ്രൈവറായ മോഹൻലാൽ അല്ല, അതിനേക്കാൾ പ്രാധാന്യം ഇങ്ങനെ ആയിക്കൂടെ എന്നുള്ള സജഷൻ വെച്ചത് മോഹൻലാലാണ്. ആ സജഷൻ കയറി കൊടുത്തില്ലേ? ഇപ്പം നമ്മൾ വെറുതെ ചിന്തിക്കുക, വെറും ഒരു ഡ്രൈവർ ആയിരുന്നെങ്കിൽ ഇതിന് പറ്റില്ല. കാരണം ആ ഒരു ഡ്രൈവർക്ക് പരിമിതികളുണ്ട്. സ്റ്റണ്ട് മാസ്റ്റർ ആയപ്പോഴാണ് അതിൻ്റെ വേറെ ഡൈമെൻഷൻ വന്നിരിക്കുന്നത്. ഈ ആക്ഷനും മീഡിയം പലരും ഇത്രയും ആൾക്കാർ ഒറ്റയടിക്ക് അടിച്ചിടുന്നതാണോ? ഇത് സിനിമയല്ലേ സുഹൃത്തേ, നമുക്ക് അല്ലെ സിനിമയാണത്. നിങ്ങൾ ആദ്യം വിമർശന ബുദ്ധിയോടെ അല്ല ഒരു സിനിമ കാണേണ്ടത്. നിങ്ങൾ ആപ്പിൾ കിട്ടിയാൽ കടിക്കില്ലേ? ആ ആപ്പിൾ വിഷം കുത്തിവെച്ച ആപ്പിളാണെന്ന് രണ്ടാമതിൽ ചിന്തിക്കുള്ളൂ. അപ്പോൾ ഈ പടം കാണുമ്പോൾ നല്ല പടമാണെന്ന് നിങ്ങൾക്ക് ചിന്തയിൽ വരിക. മോശം ഉണ്ടാകുമ്പോൾ പിന്നെ നിങ്ങൾ കുറിച്ച് ആസ്വദിച്ച ശേഷം അതിൻ്റെ വിമർശനങ്ങളിലേക്ക് വരും. അപ്പം അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, 13 ദിവസം, അതായത് 25 ദിവസം പിന്നിടുമ്പോൾ, ഇനിയും 12 ദിവസം കഴിയുമ്പോൾ ഈ സിനിമയുടെ കളക്ഷനും കാണികളും എവിടെ വരെ എത്തും? അവിടെ ഞങ്ങൾ പറഞ്ഞതിൻ്റെ 300-നും 400-നും ഇടയിൽ ആയിരിക്കും ഈ സിനിമയുടെ നോക്കത്താ ദൂരത്തുള്ള സ്കോറ് എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. വിശ്വാസമില്ലെങ്കിൽ 25-ാം ദിവസം വരെ ഒന്ന് കാത്തിരിക്കുക.